ഇത് നമ്മളിവിടെ ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ മഷ്റൂം പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രീമി പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കടായി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് ചൂടായപ്പോഴേക്കും അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലിന് പകരം ബട്ടർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ഇവിടെ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് ഇട്ടിരിക്കുന്നതെന്ന്. ഇനി ഞാനിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം, അതിൻ്റെ ആ ഒരു പച്ചപ്പ് മണം പോണ വരെ. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ മണമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ആ അറ്റം ഒരു ചെറിയൊരു ഉള്ളി പോലെ ഇരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇനി അതും കൂടി ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ. അതുപോലെ തന്നെ ഞാനിന്നിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പാസ്ത കഴിക്കാൻ തോന്നിയാൽ അപ്പോൾ ഡയറ്റിൽ നിന്ന് കുറച്ചൊരു ചീറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ, അതായത് പാസ്തയിൽ ഞാൻ പൊതുവേ ഉള്ള പോലെ വളരെയധികം കാലറീസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ചീസൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ കുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചീസും എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിതിൽ കുറച്ച് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രസ്റ്റ് പീസ്. അപ്പം ഞാനത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് 2-3 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇനി ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പെനി പാസ്ത കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഓറിഗാനോ അതുപോലെ തന്നെ ഇറ്റാലിയൻ സ്പൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിൽ കുറച്ച് ഡ്രൈ തീംസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് ഫ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അരിഞ്ഞിടാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ചെറിയ ചെറിയ പാക്കറ്റോ അല്ലെങ്കിൽ ടിന്നായിട്ടോ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ഹാഫ് കപ്പ് ഞാനിവിടെ മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ പാസ്തയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ മഷ്റൂമിനെ നമുക്കൊരു 2-3 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്ത കുക്കിങ്ങിന് വിധം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഒരു റെഡ് പാസ്തേൻ്റെ ഒരു റെസിപ്പി, റെഡ് സോസ് പാസ്തേൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ എങ്ങനെയാണ് പാസ്ത കുക്ക് ചെയ്തെടുത്തതെന്നുള്ളത്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് യെല്ലോ ബെൽ പെപ്പർ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഗ്യാസ്. ഇനി ഞാനിവിടെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഇറ്റാലിയൻ സാലഡ് സീസണിങ്സ് ആണ്. അപ്പം നിങ്ങൾക്കത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും.
ഇനി എനിക്ക് കുറച്ചും കൂടെ ഓയിൽ വേണം തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ റെസിപ്പി നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ചീസൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ചീസൊന്നും ഇടുന്നില്ല, ഇത്തിരി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ട് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ക്രീമി പാസ്തയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്രീം എടുത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ കുറച്ച് ഗ്രേവി ടൈപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുക, പാസ്ത നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കും. ഇത് നല്ലോണം ഒന്ന് ബോയിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ഒന്നും കൂടെ ഗ്രേവി ലൂസാക്കി എടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ കുറച്ച് തിക്കായിട്ടുള്ള പാസ്തയായിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ഒറിഗാനോ എല്ലാം ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ട സ്പൈസസ് എല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇറ്റാലിയൻ ഹെർബ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ അതൊന്ന് ജസ്റ്റ് ബോയിൽ ആയതിലോട്ടാണ് നമുക്ക് ഈ പാസ്ത എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഇത്തിരിയും കൂടെ മോസറല്ല ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരിത്തിരിയും കൂടെ ചീസി ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് മാത്രം പാസ്തയിൽ ഞാൻ ചീസ് ഇട്ടിട്ടില്ല. അതിന് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കഴിക്കുന്ന വൈറ്റ് സോസ് പാസ്തയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രീമെല്ലാം നല്ലോണം വലിഞ്ഞ് അതിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടിയുടെ അളവും അതേപോലെ തന്നെ ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രീമോ ഇട്ടിട്ട് നല്ലോണം ബോയിൽ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ഇഷ്ടമാണെങ്കിൽ ചീസും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിനി എൻ്റെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്നത്തെ ക്രീമി പാസ്ത നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.